ഈ വംശഹത്യയാണ് എന്ന് കൃത്യമായി ഐക്യരാഷ്ട്ര സംഘടനയ്ക്ക് വേണ്ടി നവി പിള്ള സൗത്ത് ആഫ്രിക്കൻ സൗത്ത് ആഫ്രിക്ക വേരുകളുള്ള നിയമജ്ഞയാണ്, യുണൈറ്റഡ് നേഷൻസിന്റെ ഒഫീഷ്യലാണ്. നവി പിള്ളയുടെ നേതൃത്വത്തിലാണ് ഇത് അന്വേഷണ കമ്മീഷൻ ഇതിന്റെ കാര്യങ്ങൾ നിജസ്ഥിതി അന്വേഷിക്കാൻ UN ഹ്യൂമൻ റൈറ്റ്സ് കൗൺസിൽ അന്വേഷണം നടത്തിയത്. അന്വേഷണ റിപ്പോർട്ടിൽ കൃത്യമായി പറയുന്നു, ഇത് ഗാസയിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്, ഇത്രയും കാലം സംഭവിച്ചത് കൃത്യമായ അർത്ഥത്തിൽ നരഹത്യയാണ്, മനുഷ്യഹത്യയാണ്, ജീനോസൈഡാണ്, എത്നിക് ക്ലെൻസിങ് എന്ന് പറയാവുന്ന ജീനോസൈഡ് എന്ന് യുണൈറ്റഡ് നേഷൻസിന്റെ കണ്ടെത്തൽ. പക്ഷെ യുണൈറ്റഡ് നേഷൻസിനെ കുരയ്ക്കാനേ കഴിയൂ, കടിക്കാനാവില്ല എന്ന ഒരു യാഥാർത്ഥ്യം ഇപ്പോൾ അവശേഷിക്കുന്നു. യുണൈറ്റഡ് നേഷൻസ് സെക്രട്ടറി ജനറലിനോട് പുല്ലുവിലയാണ് ഇസ്രായേലി പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു കാട്ടുന്നതും. അതുകൊണ്ട് അറബ് രാജ്യങ്ങൾ യുണൈറ്റഡ് നേഷൻസിനെ ശക്തിപ്പെടുത്താനും UN-ലൂടെ പരമാവധി സാങ്ഷൻസ്, അമേരിക്കൻ സാങ്ഷൻസ്, യൂറോപ്യൻ സാങ്ഷൻസ്, യൂറോപ്യൻ സമൂഹത്തിന്റെ വകയായ സാങ്ഷൻസ് ഉൾപ്പെടെ പ്രതീക്ഷിക്കുന്നുണ്ട്. ഇതിനെല്ലാമുള്ള പ്രതീക്ഷകളും പ്രത്യാശയും ഒരു തരത്തിലുള്ള ഭീഷണിയും പിന്നെ വമ്പ് പറച്ചിലും ഇതെല്ലാം ചേർന്ന ഒരു പ്രഖ്യാപനമാണ് ഡ്രാഫ്റ്റ് ഡിക്ലറേഷൻ ഓഫ് ദി അറബ് ലീഗ്. അപ്പോൾ അതുകൊണ്ട് ഇസ്രയേലിനെ ടാർഗറ്റ് ചെയ്യുന്ന അറബ് ലീഗിന്റെ നിലപാട് കണ്ടു.